ഒറ്റശിഖരം സീരിയലിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിൻ്റെ കാര്യം പ്രസന്നയും മീനാക്ഷിയും ചേർന്ന് സർവ്വധൈര്യവും പുറത്തെടുത്ത് തുളസിയോട് അവതരിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന തുളസിയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. അവളിപ്പോൾ എന്തിനാ, പഠിക്കാനാണോ അതോ കണ്ട ചെക്കന്മാരെ പ്രണയിക്കാനാണോ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുന്നത് ചോദിക്കുമ്പോൾ, അച്ഛ അവൾ പഠിപ്പിലൊന്നും ഉഴപ്പുന്നില്ല, പിന്നെയാണോടി അവൾ പഠിക്കാതെ ഈ പ്രണയത്തിലൊക്കെ പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛ അവൾ സീരിയസ് ആയിട്ട് ഒരാളെ പ്രണയിക്കുന്നു, വിവാഹം നടത്തിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. അതിപ്പോൾ ഇത്ര വലിയ തെറ്റാണോ അച്ഛാ? അവളുടെ ആഗ്രഹമല്ലേ, അത് നമുക്കങ്ങ് നടത്തി കൊടുക്കാമെന്ന് പറയുമ്പോൾ, ആദ്യം അവളോട് പഠിച്ച നല്ലൊരു ജോലി വാങ്ങാൻ പറ, അല്ലാതെ കണ്ട ചെക്കന്മാരുടെ പിന്നാലെ നടക്കുകയല്ല വേണ്ടതൊക്കെ പറയുകയാണ്. പിന്നെ കല്യാണം കഴിക്കാൻ അവളിങ്ങനെ ധൃതി കൂട്ടണ്ട എന്ന് പറയണം. കാരണം അവളല്ല എൻ്റെ മൂത്തമോൾ, എനിക്ക് മൂത്തതായിട്ട് നീയാണ്, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ കല്യാണം നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുളസിയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് കൈ കഴുകിയിട്ട് അകത്തേക്ക് പോകുന്നു. പ്രസന്നയ്ക്കും മീനാക്ഷിക്കും ഒന്നും മിണ്ടാൻ പോലും സാധിക്കുന്നില്ല. പിന്നീട് രാവിലെ ഫിലോമിനയാണെങ്കിൽ തൻ്റെ ആദ്യത്തെ അയൽക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ മകനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. അന്ന് ഫിലോമിന തുളസിയോട് പറഞ്ഞ ആ പയ്യനാണത്. എന്തായാലും മീനാക്ഷിയെ കാണുമ്പോൾ തന്നെ ആ പയ്യൻ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അടിമുടി മീനാക്ഷിയെ നോക്കുന്നു. മീനാക്ഷി അയാളെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ ആരത്, ഫിലോമിനയോ, ഇത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിലോമിനയാണെങ്കിൽ പയ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നീട് മീനാക്ഷി പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ പുറത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത്, അകത്തേക്ക് കയറിയിരിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആ പയ്യനെ കയറ്റിയിരുത്തുന്നുണ്ട്. എന്നിട്ട് ആ പയ്യനാണെങ്കിൽ അവിടേക്ക് വന്ന റീസണൊക്കെ പറയുകയാണ്. എന്തായാലും ഫിലോമിന ആ പയ്യനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മീനാക്ഷിയോടും പ്രസന്നയോടും പറയുന്നു. പ്രസന്ന പറയുന്നുണ്ട്, നീ എല്ലിടി ആദ്യം എന്നെ മര്യാദ പഠിപ്പിച്ചിരുന്നത്, നോക്ക് നീ ഇപ്പം ചെന്ന് ചായ എടുത്തിട്ട് വാ എന്നൊക്കെ മീനാക്ഷിയോട് പറയുമ്പോൾ ആ പയ്യൻ പറയുകയാണ്, വേണ്ട, ഈ ഫിലോമിന ചേച്ചിയുടെ വീട്ടിൽ നിന്നും ആട്ടുംപാലിട്ട ചായ ഞാൻ കുടിച്ചിരുന്നു, ഇനി എനിക്ക് വയ്യ, വയറ് നിറഞ്ഞെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞ് ആ പയ്യനാണെങ്കിൽ മീനാക്ഷിയോടും ഫിലോമിനയോടും പ്രസന്നയോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. പോകാൻ നേരം മീനാക്ഷിയെ ഒന്ന് ആ പയ്യൻ നോക്കുന്നുണ്ട്, മീനാക്ഷിയെ. പിന്നീട് തുളസീധരനാണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് കല്ലുമുളുക്കുള്ള പലഹാരവുമായിട്ടാണ് വരുന്നത്. എന്തായാലും പ്രസന്നയാണെങ്കിൽ തൻ്റെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മീനാക്ഷിയും കുഞ്ഞും എവിടെയെന്നിങ്ങനെ തുളസി ചോദിക്കുന്നുണ്ട്. കല്ലുമോളും മീനാക്ഷിയും അകത്തുണ്ട്, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതെന്താണെന്നറിയാമോ, കല്ലുമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണെന്ന് പറയുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, അവൾക്ക് എപ്പോഴും ഇതിന് ഇങ്ങനെ എണ്ണക്കടികൾ വാങ്ങിക്കൊടുക്കുന്നത്, അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കി കൊടുക്കില്ലേ, വേണ്ട, ഇതെൻ്റെ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് കല്ലുമോളുടെ അടുത്തേക്ക് തുളസിധരൻ പോവുകയാണ്. അങ്ങനെ കല്ലുമോളെ ഇതെന്താ തൊഴിക്കിയത് പറഞ്ഞുകൊണ്ട് തുളസി അല്ലെങ്കിൽ കല്ലുമോളെയും എടുത്തിട്ട് പോകുന്നുണ്ട്. മീനാക്ഷിക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവും. പിന്നീട് കുറച്ച് കഴിഞ്ഞ് മീനാക്ഷിയാണെങ്കിൽ കല്ലുമോൾക്കുള്ള പുത്തൻ ഉടുപ്പൊക്കെ എടുത്ത് കുളിപ്പിക്കാനായിട്ട് വിളിക്കുകയാണ്. കല്ലുമോളെ എന്ന് വിളിക്കുന്നുണ്ട്. കല്ലുമോളാണെങ്കിൽ അവിടെയൊന്നും കാണുന്നില്ല. തുളസീധരൻ്റെ പോയി നോക്കുമ്പോൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച, തുളസീധരൻ്റെ നെഞ്ചിൻ്റെ മേലെ കല്ലുമോളാണെങ്കിൽ ആ പലഹാരങ്ങളൊക്കെ അങ്ങനെ വെതറിയിട്ടിരിക്കുന്നു. വേഗം തന്നെ പ്രസന്നയെ വിളിക്കുകയാണ്. മീനാക്ഷി, അമ്മേ ഇങ്ങോട്ട് വന്ന് ഒരു സൂത്രം കാണിച്ചു തരാം. അങ്ങനെ പ്രസന്ന വരുന്നുണ്ട്. എന്താടി, നോക്ക് കല്ലുമോൾ എന്താ ചെയ്തിരിക്കുന്നത് നോക്ക്. അങ്ങനെ തുളസീധരനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അച്ഛ കല്ലുമോൾ നോക്കിയേ, അച്ഛൻ കുഞ്ചിച്ച് വഷളാക്കിയിട്ടാണ് ഈ കൊച്ചിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, അവൾ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ, നിങ്ങൾ അവിടെ നിന്നും പോയിക്കെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെയും പ്രസന്നയെയും അവിടെ നിന്നും വിട്ടയക്കുകയാണ് തുളസീധരൻ. അങ്ങനെ കല്ലുവാണെങ്കിൽ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നീട് ഒരു മുന്നറിയിപ്പില്ലാതെ മഞ്ജുവാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. ഇതെന്താടി നീ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോൾ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് മഞ്ജു. അങ്ങനെ മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. പിന്നീട് രാത്രിയാണെങ്കിൽ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ജുവിൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച്. മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ആ പയ്യനെ ഇഷ്ടമാണ്, സുനിൽ എന്നാണ് പേര്, 3 മാസത്തിനകം കല്യാണം നടത്തണമെന്നാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ തുളസിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. പിന്നെ എന്തിനാടി തന്തയെന്ന് പറഞ്ഞ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭർത്താവിനെയും ഭാര്യയെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ നിങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തുന്നത്? അമേരിക്കയിൽ എങ്ങാണ്ട് നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ നടക്കില്ല. കാലം മാറിയില്ലേ, കാലം വല്ലാണ്ടൊന്നും മാറിയിട്ടില്ലടി, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് തന്നെയാണ് പെൺകുട്ടിയെ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൈപിടിച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ പയ്യൻ ആരാണ്, ആ പയ്യന് ജോലിയുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമുണ്ടോ, കുടുംബ മഹിമ എന്താണ്, പാരമ്പര്യത്തിൽ എന്തെങ്കിലും വ്യാധിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണ്ടേ? മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അന്വേഷിച്ചാൽ ഒരു കല്യാണം നടക്കുമോ? ഇങ്ങനെയൊക്കെ അന്വേഷിക്കണം, പണ്ടൊക്കെ ഇങ്ങനെ കല്യാണം നടന്നത്. അങ്ങനെ മഞ്ജു പറയുകയാണ്, അങ്ങനെയൊക്കെ അന്വേഷിച്ച് നോക്കി കല്യാണം കഴിച്ചപ്പോൾ ഇപ്പോൾ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത് ചോദിക്കുമ്പോൾ, വല്ലാതെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇപ്പോൾ ചെയ്തത് വളരെ തെറ്റായിപ്പോയി, നിന്നോട് ആരാ പയ്യൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല, ആ പയ്യൻ്റെ ഒരു കസിൻ്റെ കൂടെയാണ് പോയത്, അവൾ എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നു. എല്ലാം നീ തന്നെ തീരുമാനിച്ചുറപ്പിച്ചല്ലോ. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്, നമുക്കിതൊക്കെ ആലോചിക്കാം, പറ്റില്ല, നിൻ്റെ കല്യാണം കഴിയാതെ ഒരിക്കലും പറ്റില്ല എന്ന് പറയണം. എൻ്റെ കാര്യം അതവിടെ നിൽക്കട്ടെ ബെൻഡിക്കായിട്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല മീനാക്ഷി, എനിക്ക് നിൻ്റെ കാര്യം കൂടി നോക്കണം, നീയും എൻ്റെ പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, 3 മാസത്തിനകം നടന്നില്ലെങ്കിൽ അവരുടെ വീട്ടുകാർ വേറെ പെണ്ണ് ആലോചിക്കുമെന്നൊക്കെയാണ് പറയുന്നത്.
അങ്ങനെ തുളസിയാൽ കുറച്ച് സമയം ആലോചിച്ചിട്ട് പറയുകയാണ്, ശരി ഒരു 6 മാസം ഗ്യാപ്പ് ചോദിക്ക്, എന്തായാലും എനിക്ക് അവരെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം, അതിനുള്ളിൽ മീനാക്ഷിയുടെ കല്യാണം കഴിയണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് മഞ്ജുവിനും പ്രസന്നയ്ക്കും മീനാക്ഷിക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്തായാലും തുളസിയുടെ ഭാഗത്ത് നിന്ന് ഗ്രീൻ സിഗ്നലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ നാണത്തോടെ അകത്തേക്ക് കയറി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കല്ലുമോളുമായിട്ട് ഒരുപാട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയും വീട്ടുകാരും. അവരാണെങ്കിൽ അവളെ നിലത്ത് പോലും വെക്കുന്നില്ല. അങ്ങനെ മീനാക്ഷി ആവട്ടെ തുളസിക്കുള്ള ചായയുമായിട്ട് തുളസിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്താടി? അത് 6 മാസം വരെ മഞ്ജുവിൻ്റെ ചെറുക്കൻ്റെ വീട്ടുകാർ ഒരുപക്ഷെ കല്യാണം നീട്ടിവെക്കാൻ സമ്മതിക്കുമായിരിക്കും. അതിനുള്ളിൽ എൻ്റെ കല്യാണം നടക്കുമോ അച്ഛാ? എന്താ നടക്കാതെ? ഇതൊക്കെ നടക്കും. എനിക്ക് അവളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ മനസ്സ് പെടയുന്നത് നിനക്കറിയില്ല. അവളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് സഹിക്കൂടി. നിൻ്റെ ഭാവി കൂടി എനിക്ക് ചിന്തിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അച്ഛാ ലോകത്തിന് മുന്നിൽ എനിക്ക് വലിയൊരു കുറവുണ്ട്, ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ഇത് കേട്ട് തുളസി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എല്ലാം അറിഞ്ഞിട്ട് നിന്നെ കല്യാണം കഴിക്കാനായിട്ട് ഒരു പയ്യൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്തേ മതിയാകൂ. അല്ലാതെ മഞ്ജുവിൻ്റെ സന്തോഷം മാത്രം നോക്കിയാൽ പോരാ. അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കാരണവശാൽ മഞ്ജുവിൻ്റെ വിവാഹം മുടങ്ങി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ വല്ലാതെ വേദനിക്കും. ആ വേദന കാണാൻ എനിക്കാവില്ല. അവളുടെ കണ്ണ് നിറഞ്ഞാൽ എനിക്കത് സഹിക്കില്ല അച്ഛൻ എന്നൊക്കെ മീനാക്ഷിയാണെങ്കിൽ തുളസിധരനോട് പറയുന്നുണ്ട്. തുളസി പറയുകയാണ്, നമുക്ക് നോക്കാടി, എന്തായാലും 6 മാസം ഗ്യാപ്പ് ചോദിക്കാം, എന്നിട്ട് ആ പയ്യനെക്കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണം, വീട്ടുകാരെക്കുറിച്ചും. അതിനുള്ളിൽ നിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവുമെന്ന് നോക്കാം എന്നൊക്കെ തുളസി മീനാക്ഷിയോട് പറയുന്നു. അങ്ങനെ മീനു പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന്. തുളസിയാണെങ്കിൽ പ്രസന്നയെ വിളിക്കുന്നുണ്ട്, എടി ആ ഫിലോമിനെ ഒന്ന് വിളിച്ച്, അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാമെന്ന് പറയുകയാണ്. പിന്നീട് മഞ്ജു ആണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോകാൻ നിൽക്കുകയാണ്. ഈ സമയം മഞ്ജുവിനോട് മീനാക്ഷി പറയുന്നുണ്ട്, ഇപ്പം നീ ഹാപ്പി അല്ലേ? അങ്ങനെ ഹാപ്പിയൊന്നും ആയിട്ടില്ല, അച്ഛൻ വല്ലാതെ സമ്മതം മൂളിയിട്ടൊന്നുമില്ലല്ലോ, ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ നടക്കുകയുള്ളൂ, അതുവരെ കാത്തിരിക്കേണ്ടേ. എടി എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എങ്ങനെയല്ലേ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, നിൻ്റെ കാര്യം ആദ്യം നടക്കും ഉറപ്പെന്നൊക്കെ പറയുകയാണ്. നടന്നാൽ മതി. അങ്ങനെ മഞ്ജു പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ കാപ്പി എടുത്ത് വയ്ക്കാൻ, നീ വായിന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഫിലോമിന പറഞ്ഞ ആ പയ്യൻ വീണ്ടും തുളസിധരൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്തായാലും മീനാക്ഷിയെ വിവാഹം ആലോചിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ വരവ്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.